ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VB എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ ഒരു വാഹനമാണ്. ഇത് അശോക് ലൈലാൻഡിൻ്റെ തന്നെ ദോസ്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡൽ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ ലൈലാൻഡിൻ്റെ സാത്തി എന്നാണ് ഈ ഒരു മോഡലിന് അവർ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വാഹനമാണ്, പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ DKH എന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ക്യാപിറ്റൽ ട്രക്സ് എന്നാണ് ഈ ഒരു ഡീലർഷിപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെമ്പായം. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് വെമ്പായം എന്നൊരു സ്ഥലം അറിയാമല്ലോ. വെമ്പായത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം റോഡിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ കന്യാകുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ടാണ്, അതായത് വെമ്പായത്തിനും കന്യാകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയിലായിട്ടാണ് ദോസ്തിൻ്റെ ഈ ഒരു ഷോറൂം, അശോക് ലൈലാൻഡിൻ്റെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ദോസ്തിൻ്റെ ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, അശോക് ലൈലാൻഡിൻ്റെ ഈ ഒരു ഷോറൂം നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത സാത്തി എന്നതാണ്. ഇത് ലൈലാൻഡിൻ്റെ ലൈനപ്പിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനമായിട്ട് പറയാൻ പറ്റും. 6,69,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 7,25,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈലാൻഡ് ഈ ഒരു വാഹനത്തിന് എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എയ്സ് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങളെന്ന് വെച്ചു. എയ്സിന് ഒരു ഡീസൽ മോഡൽ എടുക്കാൻ നിൽക്കുന്നു, പെട്രോൾ വിട്ടേരെ ഡീസൽ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു മോഡൽ കൂടി നിങ്ങൾക്ക് പരിഗണിക്കാം. കാര്യം അത്രയുമാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. 7,25,000 ഓൺ റോഡ് പ്രൈസ്. എനിക്ക് തോന്നുന്നു എയ്സിൻ്റെ ഒരു ഡീസൽ മോഡലും ഈ ഒരു മോഡലുമായിട്ട് വലിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി പേയ്മെൻറ്റ് നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലൈലാൻഡിൻ്റെ ഈ കിടക്കുന്ന ദോസ്തെന്ന വാഹനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാം. 1.5 ലിറ്റർ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ നമുക്ക് വരുന്നത്. അതും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏകദേശം 45 HP കരുത്ത് വരുന്നുണ്ട്. ബാക്കി അതൊക്കെ നമുക്ക് സംസാരിക്കാം. 110 ടോർക്കും നമുക്ക് വരുന്നുണ്ട്. 1,120 കിലോയാണ് ഈ വാഹനത്തിൻ്റെ പേലോഡ് വരുന്നത്. അതായത് 1 ടണ്ണിന് മുകളിൽ പേലോഡ് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്കൊരു 2.5 ടണ്ണോളം ലോഡ് വളരെ കംഫർട്ടായിട്ട് വാഹനത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. 8.2 അടിയോളം ലെങ്ത് ഡെക്കിന് വരുന്നുണ്ട്. അത് സംസാരിക്കാം. നമുക്ക് ആദ്യം ഇതിനൊരു ഡിസൈൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഒരു ദോസ്തിൻ്റെ ലൈനപ്പിൽ എല്ലാ വാഹനങ്ങൾക്കും ഏകദേശം സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള മോഡലായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശകലം ഫ്രണ്ട് പോർഷൻ ശകലം കുറവുണ്ട്. കുറച്ചുകൂടി ഒതുക്കിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയ വാഹനമായിട്ടാണ് ഇവർ ഇതിനെ എന്താ പറയുക പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ എവിടേക്ക് ഒതുക്കാം, അതായത് എത്രത്തോളം ഈ ഒരു വാഹനത്തിനെ ഒതുക്കിയെടുക്കാം ആ ഒരു രീതിയിൽ ഒതുക്കി അവർ ഡിസൈൻ ചെയ്തത്. എല്ലാ മോഡൽസിലും വരുന്നത് പോലെ അശോക് ലൈലാൻഡ് എന്നൊരു ബ്രാൻഡിങ്ങും ലൈലാൻഡിൻ്റെ ലോഗോയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസിൽ, അതായത് ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. മറ്റുള്ള മോഡൽസിന് എങ്ങനെയാണോ വരുന്നത് ആ ഒരു സെയിം മോഡൽ ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഈ ഒരു കളർ തീം നല്ല രസമുണ്ട് കാണാനായിട്ട്. 2 വൈപ്പർ നൽകിയിട്ടുണ്ട്. വാഷർ നോസിലേക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ പ്ലേസ് ചെയ്തത്. ബമ്പറിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് കളർ തന്നെയാണ് ബമ്പർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഫോഗ് ലാമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സൈഡിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ 4 ബോൾട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും എത്ര ബോൾട്ടാണ് വരുന്നത്, ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ 165/14 ആണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത്. അതായത് 14 ഇഞ്ചാണ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 2 ലീഫാണ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ലീഫോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സൈഡിലായിട്ട് ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഓക്കെ, ടേൺ ഇൻഡിക്കേറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് തന്നെയാണ്. വേറെ സൈഡ് പോർഷനായിട്ട് വേറെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും സൈഡിലായിട്ട് നൽകിയിട്ടില്ല. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് സൈഡിലായിട്ട് നൽകിയത്. അത് അത്യാവശ്യം വലുപ്പത്തിലും അവർ നൽകിയിട്ടുണ്ട്. അപ്പം ഡെക്കിൻ്റെ ലെങ്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ് ഏകദേശം 8.2 അടി നീളവും 5.3 അടി വീതിയും ഈ ഒരു വാഹനത്തിൻ്റെ ഡെക്കിന് നമുക്ക് വരുന്നുണ്ട്. അപ്പം മോശമല്ലാത്തൊരു ലെങ്തും അതേപോലെ തന്നെ കാര്യങ്ങളും, അതായത് ആ ഒരു ബോഡിക്ക് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസൊക്കെ ആ ഒരു ഡോറിലൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് വലിപ്പത്തിലുള്ള മിററൊന്നുമല്ല, അത്യാവശ്യം ചെറിയ മിററാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ജസ്റ്റ് താക്കോലം ഓഫ് ആക്കിക്കട്ടെ. റിയർ സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 3 ലീഫാണ് നമുക്ക് റിയർ സൈഡിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ ടയർ സൈസ് ഓൾറെഡി ഞാൻ സംസാരിച്ചു. 14 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് പാർക്കിംഗ് സെൻസർ നമുക്ക് റിയർ പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അത് എല്ലാ വാഹനങ്ങളിലും കോമൺ ആയിട്ട് വരുന്നത് തന്നെയാണ് റിയർ പാർക്കിംഗ് സെൻസർ. അശോക് ലൈലാൻഡ് എന്നൊരു ബ്രാൻഡിങ് കൂടി വളരെ എന്താ പറയുക പെട്ടെന്ന് അറിയുന്ന രീതിയിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാനൊന്നും സാധിക്കില്ല. ഈ ഒരു ഏറ്റവും റിയർ സൈഡ് ഡോർ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ
വരുന്നുണ്ട്. അത്യാവശ്യം ലോഡ് ബോഡി നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ബോഡി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ഓരോ കസ്റ്റമർ ചോയ്സ് ആണ്. ഇപ്പോൾ ചില ആളുകളെ ഓട്ടത്തിന് ബോഡി പണിയേണ്ട ആവശ്യം, ഇപ്പോൾ ഒരു പാലിൻ്റെ ഓട്ടം ഓടുന്നൊരു കസ്റ്റമറാണ് നിങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോഡിയൊന്നും ഹൈറ്റ് കൂട്ടേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. വല്ല ഗ്യാസ് ഏജൻസി അങ്ങനെ എന്തെങ്കിലും ഓട്ടങ്ങളാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ബോഡിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കംഫർട്ടിന് അത് ബോഡി ചെയ്ത് ഉപയോഗിക്കുക, വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്ക് വരുന്നത് 1.5 ലിറ്ററാണ് ഇതിൻ്റെ ഒരു എൻജിൻ ഓപ്ഷൻ നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 45 HP കരുത്തും 110 Nm ടോർക്കുമാണ് നമുക്ക് വരുന്നത് ഈ ഒരു വാഹനത്തിന്. ജസ്റ്റ് നമുക്കിനി അകത്തേക്കൊന്ന് വരാം. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഡോറ്. അപ്പോൾ നോർമലി നമുക്കൊരു ലൈലൻഡ് വാഹനം കാണുന്ന എങ്ങനെയാണ് ആ ഒരു ഫീൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വേറെ സെൻട്രൽ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുകയില്ല. ഈ ഒരു ബെഡാ ദോസ്തിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് സെൻട്രൽ ലോക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല വാഹനം. അത്യാവശ്യം ഒതുങ്ങിയ ഒരു വാഹനമാണ്, എന്നാൽ അത്യാവശ്യം പേലോടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജോടെ ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് നോർമലി വരുന്ന ഒരു ഡോർ പാഡ് തന്നെയാണ്. വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നില്ല. കാര്യം എന്താണ്, സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. നോർമലി ആ ഒരു ഗ്ലാസ് ഉയർത്തേയും താഴ്ത്തേയും ചെയ്യേണ്ട ആ ഒരു സംഭവം മാത്രമേ അവിടെ നൽകിയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ള. ലൈലൻഡിൻ്റെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു സെൻട്രൽ പൊസിഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 പേർക്കാണ് ആ ഒരു സീറ്റിംഗ് കമ്പനി നൽകിയിട്ട്. 3 പേർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ യാത്ര ചെയ്യണമെങ്കിൽ അനുവദനീയമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻട്രൽ പൊസിഷനിലായിട്ട് ഇരുന്ന് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ AC വെൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ് ഈ ഒരു വാഹനത്തിലെ ക്ലസ്റ്റർ യൂണിറ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റലുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് കാണാം. അത് ഈ ഒരു സീറ്റ് നമുക്ക് എന്താ പറയുക, അത്യാവശ്യം ചാരിയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ അത് ഓക്കെയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം ഫ്രണ്ടിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഓക്കെയാണ്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല സ്റ്റിയറിംഗിൽ. അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ, പക്ഷേ AC ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. AC-യിലും നോൺ AC-യിലും ഈ വാഹനം നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ആ കീ ഒന്ന് ഓഫ് ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു ഫോൺ വെക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ അവർ നൽകി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡ്രൈവർക്ക് പ്രത്യേകിച്ച് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഫോൺ വെക്കുന്നതിന് വേണ്ടിയിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. താഴ്ഭാഗത്തേക്ക് അത്യാവശ്യം കവറിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. ലോക്കഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ സൺബ്ലൈൻഡ് ഒരെണ്ണം വരുന്നുണ്ട്. മിറർ ഓപ്ഷനും ഒരെണ്ണം നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ നോർമലി വാഹനങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെയാണ് ആ ഒരു മിററിൻ്റെ കൺട്രോൾ ആയാലും അതേപോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ഒക്കെ ആയാലും നോർമലി ഒരു വാഹനത്തിൽ വരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഡിസൈനിൽ പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1500 cc എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു 45 HP കരുത്തും അതിൽ 110 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയത്. അപ്പോൾ പേരോടൊക്കെ എത്രയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഞാൻ തുടക്കത്തിലേ സംസാരിച്ചതാണ്. നമ്മുടെ ഷോറൂമിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു, എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്, ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വെമ്പായം ആ ഒരു സ്ഥലത്തായിട്ടാണ് ഈ ഒരു ഷോറൂം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്. ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. സർവീസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ദോസ്തിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു മോഡലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ദോസ്തിൻ്റെ ഒരു എൻട്രി ലെവൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രൈസ് കുറഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.